ചൂണ്ടയിൽ കോർത്ത ചെമ്മീനെങ്കിലും കിട്ടടോ. വലി 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 വലിക്കട വലിക്ക്. ഈ അങ്ങോട്ട് വലിക്കടോ. പടച്ചോനെ മുതലാണോ? ഏട്ടയാണോ ഏട്ടാ? വലിച്ചു കേറ്റ്. അമ്മോ ഇജാതി മുതലാണിത്. ഇതൊന്നും ഒന്നും അല്ലടോ. ഈലും വലിയ കൊമ്പൻ സ്രാവിനെ വലിച്ചു കേറ്റിണ്ട്. നിങ്ങളാ? ഞാനല്ല, എന്റെ ചെങ്ങായി മൂസ. ഇടിവെട്ടി പെയ്തൊരു തുലാമാസത്തില് ഓന്റെ വാളച്ചൂണ്ടയിൽ കുത്തിയതൊരു കൊമ്പനെ. മൂസ വിട്ടുകൊടുത്തില്ല. സ്രാവും ഒടുക്കം കൊമ്പൻ ചൂണ്ടയും കൊണ്ടൊരു ഒറ്റ പാച്ചില. എന്നിട്ട് മൂപ്പരെ മയ്യത്ത് കിട്ടിയ? സ്രാവല്ല, സ്രാവിന്റെ വാപ്പ മുക്ക് മൂസന്റെ മുന്നിൽ. വെറുതെ. എടയ്ക്ക് ഈ മൂസനെ പറ്റി എന്താ മനസ്സിലാക്കി? ഈ നാട്ടിലെത്തിയിട്ട് എത്ര കാലായി? 4 അല്ല 5 വർഷം. മൂസ ആരേനെന്ന് എന്റെ വിചാരം. എനിക്ക് വിശ്വാസമില്ല. അന്ന് ഞാനും മൂസ ഇന്റെ ഈ സൈക്കിളിന്റെ മുകളിൽ വെച്ച് കെട്ടിയിട്ടാണ് പൊന്നാനി ചന്തയെ കൊണ്ടേ കുഞ്ഞുമുക്കാക്കി വിറ്റേ. എത്രക്ക്? അന്ന് പള്ളർ ഇറച്ചും പൊറോട്ട തിന്ന ഓർമ്മയുണ്ട്. 150 കിലോന്റെ സ്രാവിനെ വിറ്റിട്ട് ഇറച്ചും പൊറോട്ട തിന്നാ? അതിന് ബാക്കിയുള്ള കായ്ക്കാണ് ഈ പെട്രോൾ മാക്സ് വാങ്ങി. പെട്രോൾ മാക്സ് ഇവിടെ ഉണ്ട്. മൂസ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഓൻ പോയി. എങ്ങട്ട്? മീൻ പിടിക്ക യുദ്ധത്തിന്. രണ്ടാമത്തെ ചോദിച്ചു സുയിപ്പാക്കുക. അറിയില്ലല്ലോ. പെണ്ണുങ്ങളെ നോക്കിട്ട് അവന്റെ ഇപ്പ വേണ്ട, ഈ വരും വേണ്ട. ഒടുക്കത്തെ പ്രാക്ടീസ് ആയിരുന്നല്ലോ. നമ്മക്കെന്ത് പ്രാക്ടീസ്? ചെക്കന്മാർക്ക് അടവ് പഠിപ്പിക്കല്ലേ? അടവ് മൊത്തം കച്ചറാക്കണുണ്ട്. എന്തിനാ അത്? നേർച്ചക്കാ? അന്റെ വാപ്പ മൂസാന്റെ അനുസ്മരണത്തിന് ഇച്ച അതും പറഞ്ഞിങ്ങനെ കൊട്ടി നടന്നു. അതെനിക്കിപ്പൊ പറഞ്ഞ മനസ്സിലാവില്ല. ഇങ്ങനെ കൊട്ടി നടന്നീനതാ റഹ്മാനിക്ക്. മൂപ്പരിപ്പ ആരാ? മീൻകാരനോ? AR റഹ്മാൻ. ഇജ് കണ്ടോ കൊട്ടി ഒരു ദിവസം നമ്മളെ വാങ്ങും ഓസ്കാർ. നിക്കറ് വാങ്ങാൻ പൈസ ഇല്ല, അപ്പോഴാണോ എന്റെ ഓസ്കാർ. ആദ്യം സപ്ലി തീർത്തൊരു ജോലി കിട്ടോ നോക്ക്. ഈ ജാമത് വിട്. ശരിക്കും മൂപ്പരൊരു സംഭവമായിരുന്നല്ലേ? AR റഹ്മാനോ? മൂസ. എന്തേ ചോദിച്ചതാ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. കൊല്ലം 19 കൊല്ലം. വിശ്വസിക്കാൻ വയ്യ, വിശ്വസിക്കാതിരിക്കാനും വയ്യ. മൂസ രക്തസാക്ഷിയായത് മൂസാക്ക് വേണ്ടിയായിരുന്നില്ല, മൂസാന്റെ ആങ്ങളയ്ക്ക് വേണ്ടിയായിരുന്നില്ല, മൂസാന്റെ ഭാര്യയ്ക്കോ കുടുംബത്തിനോ വേണ്ടിയായിരുന്നില്ല. ഈ രാജ്യത്തിന് വേണ്ടി, ഈ മാണൂരിന് വേണ്ടി, നമ്മുടെ മലപ്പുറത്തിന് വേണ്ടി. ശരിക്ക് പറഞ്ഞാല് പാകിസ്ഥാന്റെ പാട്ടൻ ടാങ്കിന്റെ മുന്നില് മൂസ നിറമാറി വിരിച്ചു നിന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയായിരുന്നു. മയ്യത്തിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അല്ല ഐസ് വെച്ചോടാ പോയിടാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്, അന്ന് പാകിസ്ഥാൻകാരന്റെ ഉന്നം ഒന്ന് തെറ്റിയിരുന്നെങ്കില് നമ്മൾ ഈ കാണുന്ന മാണൂരില്ലാന്ന്. കേട്ടോ ഇതരെ ഒടുക്ക തുന്നമായിരുന്നു ആ പഹേന്. 7 പാകിസ്ഥാൻ പട്ടാളക്കാരെയാ ഓൾ നിപ്പി പെടച്ചത്. ഓള് പറയുന്നത് പാകിസ്ഥാൻ പട്ടാളക്കാരുടെ കാര്യാന്ന്. പിന്നെ ഇന്ന് ബോ പറഞ്ഞില്ലേ ഓനെ കൊന്നത്? നേർക്ക് നേരക്കാൻ ഉറപ്പില്ലഞ്ഞിട്ട് എത്ര പട്ടാളക്കാരാണ് പാകിസ്ഥാന്റെയും ചൈനന്റെയും നേപ്പാളിന്റെ വരെ വെടികൊണ്ട് മരിക്കണേന്ന് ഒന്ന് ആലോചിച്ചു നോക്കി. നമ്മുടെ ഇന്ത്യന്റെ ഒപ്പം ഇരട്ട പറ്റ പോലെ ഉണ്ടായ പാകിസ്ഥാൻ ഓല പെരുന്നാളും പേരെടുപ്പും ഒക്കെ നമ്മുടെ നെഞ്ചത്ത്. നിർത്തണ്ടേ നിർത്തണ്ടേ? ഇത് ഒന്ന് നിർത്തിയിട്ട് പോവാൻ നോക്ക്, മനുഷ്യന്മാർക്ക് വേറെ പണിയുണ്ട്. നമ്മള് പോര ഉണ്ടാക്കുമ്പോ ചെലപ്പോ വാസ്തു നോക്കൂല, പിന്നെ ആ പോരയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ നോക്കൂ. അപ്പൊ പണിക്കര് പറയും ആ വടക്കുള്ള അടുക്കള അങ്ങോട്ട് മാറ്റണം, ആ കിഴക്കുള്ള കിണർ മൂടണമെന്നൊക്കെ.
എന്ന സംഭവം ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ പരയിൽ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒന്നും നോക്കാണ്ട് പൊളിച്ചു കളയണം. പടിഞ്ഞാറുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന കക്കൂസ് പൊളിക്കണ്ടേ? ആനേനെ പോലെയാണ് പട്ടാളക്കാരൻ. എന്ത് ചത്താലും ജീവിച്ചാലും 1000 പൊന്ന. മയ്യത്തായ ഉമ്മടെ മൂസയ്ക്ക് വേണ്ടിയല്ല, ഉമ്മടെ നാടിന് വേണ്ടി. ചോറായില്ലേ? ഇതെന്താ ഇപ്പൊ പൂള അരിയില്ലേ ഇവിടെ? ആര്? ഒന്നുമില്ല. മൂപ്പരെങ്ങനെ നിങ്ങളുടെ ചങ്ങായി? ആര്? മൂസ. അതെന്താ ഈ അങ്ങനെ ചോദിച്ചേ? ഞാൻ പേരെടുത്ത ചെക്കനാ. ഓന്റെ പേര് മിണ്ടി കഴിഞ്ഞാൽ തള്ളക്ക് ചെവി വെക്കും. ഇനി നിങ്ങളല്ലെന്ന് പേരെടുത്ത്? ഓനെ ആൺകുട്ടിയായിരുന്നു, ഉം. അല്ലാതെ അന്നെ പോലെ തിരുമണ്ടനല്ല. നിങ്ങൾ വലിയ ചങ്ങായിമാരായിട്ട് മൂസ മാത്രം എന്ത് പട്ടാളത്തിൽ പോയെ? ഓൻ പോയതല്ലടോ, ഓനെ റാഞ്ചിയതാ. ആര്? നമ്മളെ മമ്മൂട്ടി. ഏത് സിനിമയുടെ മമ്മൂട്ടിയാ? സിനിമ നട മമ്മൂട്ടി. ഓന്റെ ഒരു പഴയ സിനിമ ഉണ്ടല്ലോ, കൊമ്പമേശി കൊട്ടിച്ച് പോലീസ് വേഷത്തില്. ഇൻസ്പെക്ടർ ബൾറ. അതൊടുക്കം. ആനവാഴി. ആവനായി. ആ സിനിമേന്റെ 100ാം ദിവസം ആഘോഷം നടക്കാൻ നമ്മളെ തിരൂര് വിശ്വാസത്താക്കി. അന്നും സിനിമ നടക്കുന്നു. ഞാൻ നമ്മള് രവിയാറിന്റെ സൈക്കിൾ പീഡിയയിൽ നിൽക്കുകയാണ്, സൈക്കിൾ വാടകയ്ക്ക് എടുക്കാൻ. ആ സമയത്തൊക്കെ ഒരു സിനിമാന്തറിനെ കാണുകച്ചാല് അതൊരു ഭാഗ്യം തന്നെയാണ്. അതും നമ്മളെ മമ്മൂട്ടീനെ. ആദ്യം കുറെ നടിമാര് വന്നു, സീമയും ഗീതയും, പിന്നെ പീറ്റത്തെങ്ങുമായി 8-10 അടി ഐറ്റുള്ള ഒരു ചെങ്ങായി വിട്ടു, നമ്മളെ ക്യാപ്റ്റൻ രാജു. ഞാനിങ്ങനെ തെരയ മമ്മൂട്ടീനെ മാത്രം കാണാൻ. എന്താ സംഭവിച്ചെന്നറിയില്ല. ഞാൻ നോക്കുമ്പോ സ്റ്റേജൊക്കെ പാടെ പൊളിഞ്ഞ് താഴത്തേക്ക് ഇങ്ങോട്ട് പോരുക. പോലീസ് അങ്ങോട്ട് തുടങ്ങി അടിയെന്ന് വെച്ചാൽ അമ്മായിരത്തടി. ഇന്റെ നേരെ ലാത്തി കെട്ട് വീഴ്ചയിൽ ഞാൻ ഒരൊറ്റ പിടുത്ത. ആളുകൾ തല്ലു കുടുങ്ങിട്ട് പരക്കം പാടി. അപ്പൊ പൊളിഞ്ഞ സ്റ്റേജ് ഒറ്റത്തോണ്ട് ഇങ്ങനെ താങ്ങി നിർത്തിന് ഹനുമാന്റെ മാതിരി ചെങ്ങായി. കണ്ടീ, അത് ആലോചിക്കുമ്പോ എനിക്ക് ഇപ്പോഴും രോമാഞ്ച. തള്ളിക്കോളി, തള്ളി കൊല്ലരുത്. സത്യാടോ. എന്നിട്ട് അപ്പുറത്ത് മില്ലുന്നൊരു അറക്കവാള് കൊണ്ടുവന്ന് ആ കമ്പിയാണ്ട് മുറിച്ച്. ആ കമ്പിന്റെ കഷ്ണം ഇപ്പോഴും അവന്റെ കൈന്റെ മുകളിലുണ്ട്. ക്യാപ്റ്റൻ രാജ് മൂപ്പര സ്വന്തം കറുത്ത അംബാസിഡർ കാറില് മൂസൻ ആസ്പത്രി കൊണ്ടുപോയി. അപ്പൊ നടികളൊക്കെ പാടെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് എന്റെ അച്ഛന്റെ കല്യാണത്തിന് പോയി. ഇത് കേക്കടോ, ആസ്പത്രിയിൽ എത്തിയത് മൂസനെ ഓപ്പറേഷൻ കയറ്റി. ഞാൻ ഇതിന്റെ മുന്നിൽ കയ്യും കാലും വരച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പെട്ടെന്ന് നിന്റെ ബാക്കിൽ കൂടി വന്ന ഒരാളെ ഒറ്റപ്പെടുത്തോ. ഞാൻ നോക്കുമ്പോ ക്യാപ്റ്റൻ രാജു. എന്നിട്ട് മൂപ്പനോട് പറ, ഞാൻ മൂസേന്റെ ചങ്ങായി നടത്തി വന്നാ. എന്നിട്ട് മൂപ്പനോട് പറയാ, എന്റെ ചങ്ങായി മൂസ തിരൂര് കറന്ന് ചെയ്യേണ്ടവനല്ല, ഓൻ ഈ രാജ്യത്തിന് ആവശ്യമുണ്ട്. എന്നിട്ട് ഇന്റെ അടുത്തേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്താണ്ട് നീട്ടി. തിരൂരിന്ന് ഡൽഹിക്കുള്ള ടിക്കറ്റ്. തള്ളു കാരണം പൊരയിലെ ഫീസ് വരെ അടിച്ചു പോയി. ആ എന്ത് ഈ നേരത്തിൽ കറണ്ട് പോക്ക്?